Amen. Madi, praise the Lord. Stop. We are continuing the series of the kingdom. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ആഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച നമ്മൾ തുടരുകയാണ്. This morning the title of today's sermon would be The Kingdom Promise. ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കാൻ പോകുന്നത്. What is the kingdom promise? ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തം എന്താണ്? We are going to study the ministry of deliverance. അതിൽ തന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വിടുതലിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ്. Yes, the kingdom promise talks about the ministry of deliverance. ഇന്ന് പകൽ ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തമായ വിടുതലിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. If you want to come into that passage, let me tell you the background of the whole chapter. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് ചിന്തിക്കാം. Last week I spoke about the same passage in the first few paragraphs. ഈ ആദ്യത്തെ അധ്യായത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. When we read this passage in this morning time, we found the Pharisees are they make an allegation against Jesus over here too. പരീശന്മാർ യേശുവിനെതിരെ ഒരു ഉന്നയം വാദം ഉന്നയിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. Three allegations that we have seen already, two allegations we have been already seen on this chapter. രണ്ട് വാദങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിക്കുവാനിടയായി. The first allegation was the disciples of Jesus Christ, they were breaking the Sabbath law by eating the grain from the grain field. ശബ്ബത്ത് ദിവസത്തിൽ വയലിൽ നിന്ന് കച്ചകൾ പറിച്ച് തിന്നുന്നത് അവർക്ക് കാണുവാൻ സാധിച്ചു. The second allegation was when Jesus healed the withered man on the Sabbath, then again the allegation was Jesus was breaking the law of Sabbath. അതേ ദിവസം തന്നെ ഒരു രോഗിയെ സൗഖ്യമാക്കിയതും ആ ശബ്ബത്തിനെതിരെയാണെന്ന് പറഞ്ഞ് യേശുവിനെതിരെ വാദങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് കാണാം. Now we found another one over here. അവിടെ അടുത്തൊരു ഉന്നയം നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുകയാണ്. 22 when Jesus healed a demon oppressed man, and they the allegation was coming to the superlative degree, and now they are making an allegation that this man is doing all these things by the power of Beelzebul, the prince of demon. ഒരു ഭൂതഗ്രസ്തനെ വിടുവിച്ചതിനെ സൗഖ്യമാക്കിയതിനെ ചൊല്ലി അവർ വാദിക്കുന്ന ഉന്നയം ഇങ്ങനെയാണ്: ഇവർ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിന്റെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറയുന്നു. Why Pharisees were against him? എന്തുകൊണ്ടാണ് പരീശന്മാർ യേശുവിനെതിരെ നിന്നത്? This chapter talks about that too. ഈ വചനങ്ങൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. In this chapter talks about it, especially just before the passage which Praise read, verse number 18 to 21. This is basically the writer of Matthew copied from book of Isaiah chapter 42. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ് മത്തായി സുവിശേഷകൻ ഇത് എഴുതിയിരിക്കുന്നത്. When you read that passage, behold my servant whom I chosen, my beloved in whom my soul delights. So we understand this is a messianic prophecy about Jesus Christ. ഇതൊരു മശിഹായുടെ പ്രവചനമാണ് അവിടെ 18-ാം വാക്യത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. Isaiah addressing Jesus Christ as a Messiah, but the title has been given here as a servant Messiah. യെശയ്യാ പ്രവാചകൻ മശിഹ എന്ന നാമം കൊടുത്ത ദൈവപുത്രനെ വിശേഷിപ്പിക്കുമ്പോൾ ഇവിടെ 18-ാം അധ്യായത്തിൽ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ വേലക്കാരൻ എന്ന നിലയിൽ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. Yahweh, servant of Yahweh. Servant of Yahweh എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. The Pharisees always want the Jesus to be the servant of the law, or the servant of law, but the Matthew, the writer says he is not the servant of law, rather he is the servant of Yahweh. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസനെ നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ നിയമത്തിന്റെ ദാസനായി വരച്ചു കാണിക്കുമ്പോൾ മത്തായി സുവിശേഷകൻ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ ദാസനായ എൻ്റെ പ്രിയൻ. Yes, നിയമത്തിന്റെ ദാസൻ എന്ന് പരീശന്മാർ ഇവനെ കുറിച്ച് അറിയപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം കർത്താവ് ഇവിടെ റൈറ്റർ പറയുകയാണ്, അവൻ നിയമത്തിന്റെ ദാസനല്ല, അവൻ യാഹ്വേയുടെ ദാസനാണ്. He is not the servant of law as Pharisees told about him, but he is the chosen servant of God as Jesus is introduced. So that was the first reason basically the Pharisees were against him. അതാണ് ആദ്യത്തെ കാരണം പരീശന്മാർ യേശുവിനെതിരെ. Also when you go into the words by words, again we can find a couple of reasons too.
ഓരോ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേറെ ചില കാരണങ്ങളൊക്കെ കാണാൻ You know, സാധിക്കും. verse number 18 to 21, basically, these are the attributes of Jesus Christ, what we see here. യേശുവിന്റെ ചില പ്രത്യേകതകളാണ് 18 വാക്യം മുതൽ 21 വാക്യം വരെ നമ്മൾ You know, കാണുന്നത്. when you see, I will put my, my servant whom I chosen, my beloved in whom my soul delights, I will put my spirit upon him. He will proclaim justice to the Gentiles. 17 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും, അവൻ ജാതികൾക്ക് ന്യായവിധി In some അറിയിക്കും. other translation, he will, he will proclaim the favor to the Gentiles. ജാതികൾക്ക് ന്യായവിധി, ജാതികൾക്ക് പ്രസാദം അറിയിക്കുമെന്ന് ചില പരിഭാഷകൾ പറയുന്നു. So, Pharisees basically believe that, the Jews or Pharisees, they are the only one who gets a favor from God. ദൈവപ്രസാദം ലഭിക്കുന്ന ഒരു കൂട്ടർ മനുഷ്യർ ഈ പരീശന്മാര് മാത്രമാണെന്ന് തന്നെത്താൻ വിശ്വസിച്ച ഒരു കൂട്ടം ജനമാണ് അവർ. But here the word says, this man, the Messiah, the servant Messiah, will, proclaim the favor even to the Gentiles. പക്ഷേ ഇവിടെ കാണുന്ന ദൈവപുത്രൻ ഇപ്രകാരം പറയുന്നു, ആ ജാതികൾക്ക് പോലും ദൈവത്തിന്റെ പ്രസാദം എത്തിച്ചു കൊടുക്കുവാൻ, പ്രസംഗിക്കുവാൻ ഞാൻ That വന്നിരിക്കുന്നു. Pharisee did not like it. അത് പരീശന്മാർക്ക് ഇഷ്ടപ്പെട്ടതല്ല. Again, verse number 19, if you see that, he will not quarrel, nor cry out, nor will anyone hear his voice in the streets. A bent reed he will not break off, and dimly burning wick he will not extinguish. 18-19 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തിരക്കുകളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല, ചതഞ്ഞ ഓട ഒടിച്ചു പോകുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തുകയില്ല, അവൻ ന്യായവിധി ജാതിയോളം നടത്തും, ജയത്തോളം നടത്തും. Pharisees, the verse says he will not quarrel. That means Pharisees basically shout even in the street. പരീശന്മാർ തെരുവുകളിൽ നിന്നുകൊണ്ട് കലഹിക്കുമ്പോൾ, yes, they scream at the streets. അവർ തെരുവുകളിൽ നിന്നുകൊണ്ട് നിലവിളിക്കുകയും കലഹിക്കുകയും ചെയ്യും. But this man, the servant Messiah, he will never do that. പക്ഷേ ഈ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ കലഹിക്കുകയുമില്ല, നിലവിളിക്കുകയുമില്ല എന്ന് പറയുന്നു. Verse number 20, it's a very, very common passage for each and every one. Amen. 20-ാമത്തെ 21-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. This is a metaphor. It's doctor talks about the reed and the burning wick. ആലങ്കാരികമായി ചതഞ്ഞ ഓടയെ കുറിച്ചും പുകയുന്ന തിരിയെ കുറിച്ചും അവിടെ പരാമർശിക്കുന്നു. Basically, the reed shows the condition of the condition of the common crowd of on that day. ചതഞ്ഞ ഓട അവിടെ അഭിസംബോധന ചെയ്യപ്പെട്ട ജനത്തെ കുറിച്ചാണ്, അവരുടെ സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. At the same time, the dimly burning wick also shows the economic, political, social, spiritual, condition. പുകയുന്ന തിരി എന്ന് പറയുന്നത് അവരുടെ സാംസ്കാരിക സാമൂഹിക നിലവാരത്തെ കാണിക്കുന്നു. They are already almost got broken. എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനത്തോടാണ് അവിടെ They are already സംസാരിക്കുന്നത്. into the point of dimly burning wick. അവർ ഏകദേശം പുകയുന്ന ഒരു തിരി പോലെ വെറും ഒരു ജീവന്റെ അംശം മാത്രം But നിലനിർത്തിക്കൊണ്ട് at the same ജീവിക്കുന്ന ആളുകൾ. time, the Bible says, this man, the servant Messiah, he will never bend the reed, and he will never break it off, and he will never extinguish the dimly burning wick. അതേസമയം ഈ തെരഞ്ഞെടുക്കപ്പെട്ട ദാസൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ചതഞ്ഞ ഓട ഒടിക്കാത്തവനും പുകയുന്ന തിരിയെ കെടുത്താത്തവനുമായ യേശു അവരോട് Let me tell പ്രസംഗിക്കുന്നു. you in this morning time, as a prophetical word to somebody in this morning time, if you are broken, if you feel lonely, if you are disappointed by the circumstances around you, there is a Messiah, there is a servant Messiah. He will never break you off. He will never extinguish the burning fire inside of you. ഇന്ന് പകൽ തകർക്കപ്പെട്ട വിഷമത്തിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും എന്നോട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു പ്രവചന ശബ്ദമായി, ചതഞ്ഞ ഓടയൊടിക്കാത്ത പുകയുന്ന തിരിയെ കെടുത്താത്ത ഒരു നല്ല ദൈവം നമ്മൾക്ക് വേണ്ടിയുണ്ട്. Hallelujah. Hallelujah. Can you say amen? Amen. Hallelujah. Hallelujah. The servant Messiah always shows compassion to the people around. ഈ ദൈവത്തിന്റെ ദാസൻ ആളുകളോട് ആർദ്ര കരുണ കാണിക്കുന്ന As a ദൈവമാണ്. result, അതിന്റെ ഫലമായി Jesus, his fame, his popularity began to increase. യേശുവിന്റെ ശ്രുതി ആദേശങ്ങളെല്ലാം പടരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. When his popularity began to increase, യേശുവിന്റെ ശ്രുതി ആദേശങ്ങളെല്ലാം the Pharisees പടർന്നു. didn't like it. അത് പരീശന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. Already we have been already seen Jesus did the 2 miracles in this passage itself, in this chapter 12-ാം itself. അധ്യായത്തിൽ തന്നെ യേശു ഓൾറെഡി 2 അത്ഭുതങ്ങൾ അവരുടെ നടുവിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. The number one, the last week we talked about a man with
hands having some issue. ചുരുങ്ങിപ്പോയ കൈകളുള്ള ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നത് നമുക്ക് And കാണുവാൻ now സാധിക്കും. the Jesus is healing a demon oppressed man. അവിടെ തന്നെ ഒരു അടുത്ത 22-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചതുപോലെ ഒരു ഭൂതഗ്രസ്തനെ വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. And now these people, the Pharisees, basically, they were trying to, they were trying to kill the name of Jesus. ഈ പരീശന്മാർ ശ്രമിക്കുന്നത് യേശുവിന്റെ നിലനിൽപ്പിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. Yeah, they were trying to make a plot against Jesus. യേശുവിന് എതിരെ അവർ ചില ആലോചനകൾ ഗൂഢാലോചനകൾ Yes, നടത്തുന്നു. they were trying to kill him. യേശുവിനെ കൊല്ലുവാൻ അവർ ശ്രമിക്കുകയാണ്. And now we found this passage. അവിടെയാണ് നമ്മൾ ഈ ഭാഗം കാണുന്നത്. So, when Pharisees says here, this fellow cast out the demons by Beelzebul, the ruler of the demon. പിശാചിന്റെ അല്ലെങ്കിൽ ബെൽസെബൂലിന്റെ തലവനായ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ലല്ലോ എന്ന് പരീശന്മാരെ ഉന്നയിക്കുമ്പോൾ, Yes, അവൻ പുറത്താക്കുന്നത് ബെൽസെബൂലിനെ കൊണ്ടാണെന്ന് പരീശന്മാർ പറയുമ്പോൾ, ബെൽസെബൂലിന്റെ ശക്തിയെ വെച്ചുകൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പരീശന്മാർ പറയുമ്പോൾ, Jesus is trying to defend his his point. യേശു തന്നെ തെളിയിക്കുന്നതോ അവിടെ നമുക്ക് അങ്ങനെ ഒരു ഉന്നയം യേശു നടത്തുന്നത് കാണാൻ സാധിക്കും. Yes, praise the Lord. Okay, come on. All right. Yeah, അപ്പോൾ ഞാൻ ഈ വചനത്തെ let me stay here for a few more seconds. ഈ വചനങ്ങൾ നമ്മൾ ചില ഭാഗങ്ങൾ പഠിക്കാൻ പോവുകയാണ്. In front of them they have seen miracles. അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കണ്ടവരാണ് ജനം. In front of the Pharisees, they have seen the miracles. യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടവരാണ് പരീശന്മാർ. They cannot deny the fact that Jesus is the healer. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും സൗഖ്യമാക്കുന്ന യേശുവാണെന്നും ഉള്ള സത്യാവസ്ഥ അവർക്ക് നിരോധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. Yes. So Jesus, at the same time, this is very plain. Everybody knows that Jesus was a healer on those days. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യേശു സൗഖ്യമാക്കുന്നവനാണെന്ന്. But at the same time, now they attribute the Jesus healing to Beelzebul. അതേസമയം അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം ബെൽസെബൂലിന്റെ ശക്തി കാരണമാണ് യേശു സൗഖ്യമാക്കുന്നതെന്നാണ്. Hope you are getting me. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. What was the real reason for that? അവിടെ ആ നടക്കുന്ന വാഗ്വാദത്തിന്റെ ഏറ്റവും പശ്ചാത്തലം Or എന്താണ്? why they thinking in that manner? അവർ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചിന്തിക്കുന്നത്, ഇപ്രകാരം Or ഉന്നയിക്കുന്നത്? why they cannot accept the fact that Jesus is the Messiah? യേശു മശിഹായാണെന്നുള്ള കാര്യം അവർക്ക് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല? Praise the Lord. Why they couldn't accept it? അവർക്ക് എന്തുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല? Let me tell you a reason. ഞാൻ അതിലൊരു കാരണം പറയട്ടെ. They establish a pattern of rejection. അവരൊരു തിരസ്കരണത്തിന്റെ ഒരു പാറ്റേൺ അവിടെ സൃഷ്ടിക്കുന്നു. Let me tell you, teenagers here. ഇന്നിവിടെയുള്ള യൗവനക്കാരോട് ഞാൻ ഇപ്രകാരം ഓർപ്പിക്കട്ടെ. You hear the message of the gospel all the time. സുവിശേഷങ്ങൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. You hear the message of Jesus Christ. എല്ലാ ദിവസവും യേശുവിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. During your teenage time, നമ്മുടെ യൗവന പ്രായത്തിൽ it is very easy to accept Jesus Christ as a personal savior. നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ യേശുവിനെ അംഗീകരിക്കാൻ വളരെ എളുപ്പമാണ്. But at the same time, അതേസമയം if you go further, നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് സഞ്ചരിച്ചാൽ, become young man, നമ്മളൊരു മുതിർന്ന ആളായി കഴിയുമ്പോൾ, or become adult, നമ്മളൊരു അഡൽട്ട് ആയി കഴിയുമ്പോൾ, it is quite difficult. നമ്മൾ ആ ഒരു പാതയിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. Okay, ഞാൻ മലയാളത്തിൽ പറയാൻ കർത്തദാസൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ്. ഞാൻ ഭയങ്കര ഡിസ്കണക്റ്റഡ് ആവുന്നു. സ്തോത്രം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഭാഷ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ പ്രസംഗം വേറെ പോകും. Praise the Lord. മലയാളത്തിൽ എങ്ങനെ പറയുന്നതാണ് അടുത്ത പ്രശ്നം. കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന സമയത്ത്, when we are little ones or children, നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനും നമ്മുടെ ബ്രെയിനെ കണക്ട് ചെയ്യുന്നുണ്ട്. Every decision that we make is from our brain.
ബ്രെയിനെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നീട് ആ സെയിം കാര്യം നമ്മുടെ മുൻപിൽ വരുമ്പോൾ യെസ് ഓർ നോ എന്ന് നമ്മൾ കോൺഷ്യസ്ലിയോ അൺകോൺഷ്യസ്ലിയോ കഴിഞ്ഞ പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ ഭാഗമായി നമ്മൾ പറയും. When another similar thing comes up in front of our life, based on the previous experience or pattern the brain has set, we will decide based on that if it's a yes or a no. ചിലർക്ക് മനസ്സിലാകുന്നുണ്ട്. A few are understanding. Anybody learned metaphysics? If anybody has learned metaphysics. Talking about the metaphysics, yes, of course. Every decision that we are taking is connected with our brain. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്. When you say yes to this time, നമ്മൾ ഇന്ന് ഇപ്രാവശ്യം ഈ കാര്യത്തിന് ഒരു ഊവെന്ന് അല്ലെങ്കിൽ യെസ് എന്ന് പറയുമ്പോൾ, the next time when the same incident happens, ഇതേ കാര്യം അടുത്തൊരു തവണ സംഭവിക്കുമ്പോൾ automatically your brain says yes. നമ്മുടെ ബുദ്ധിയിൽ പതിഞ്ഞിരിക്കുന്ന പാറ്റേൺ പ്രകാരം നമ്മുടെ ബുദ്ധി യെസ് എന്ന് തന്നെ പറയും. You got it. This is a kind of pattern. You make it. ഇത് നമ്മുടെ ബുദ്ധിമണ്ഡലം പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്, ഒരു ശൈലിയാണ്. So ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ഓൾട്ടർ കോളിലും നിങ്ങൾ നോ പറയുകയാണെങ്കിൽ, if you are in a pattern where you deny or say no to all the altar calls for salvation, the next time വീണ്ടും രക്ഷയുടെ ഓൾട്ടർ കോൾ നിങ്ങൾ കേൾക്കുമ്പോൾ, when you hear the next time an altar call for നിങ്ങളുടെ salvation, ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പറയും no next time. your brain will definitely say a no. അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ വീണ്ടും the brain പറയും no next time. Again when you have that set pattern or that call coming for you, you will again say no. So ഇതൊരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. This is a mind pattern that has been created based out of our experience. Hope you getting me. ഒരു ചില റിസർച്ചേഴ്സ് ഇങ്ങനെയാണ് പറയുന്നത്. Some researchers say, it is very easy to accept Jesus Christ during the teenage time. യേശുവിനെ സ്വന്തം രക്ഷിതാവായി യൗവനക്കാരായിരിക്കുമ്പോൾ തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം because ഈ പ്രായത്തിൽ നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. because that is the moment or the time period where the brain is being developed. 100 out of 90, 90 out of 100. Amen. 90% 10% മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ നിലനിൽക്കുവാൻ കഴിയും. 9 out of 10 decisions made at that time will be sustainable. മാത്രമല്ല 100 കുഞ്ഞുങ്ങളെ ഈ റിസർച്ചർ എടുത്തു. This researcher considered around 100 children. അതിൽ കുഞ്ഞുങ്ങൾ 90 ആൾക്കാരും ഈ ടീനേജ് പ്രായത്തിൽ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തവരായിരുന്നു. Around 90 of them accepted Jesus Christ as their എന്നാൽ at savior. the same time 25 വയസ്സായപ്പോൾ In their teenage that happened, and when they reached the age of ഈ 25, റിസർച്ചർ 2500 കുഞ്ഞുങ്ങളെ എടുത്തു. the researcher considered around 2500 children, 25 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. around 25-year-old youngsters. എന്നാൽ 2500-ൽ ഒരാൾ മാത്രമാണ് രക്ഷയിൽ Out of രക്ഷിക്കപ്പെട്ടത്. 2500, there was only one person who accepted Jesus Christ as a savior. 35 വയസ്സായപ്പോൾ When it came to the age of 35 years, 125,000-ൽ ഒരാൾ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. it was only one person who got saved in 125,000 people. 65 years ഉള്ള ഒത്തിരി പേരെ എടുത്തു. They took a lot of people who were above 65. 0 ആൾക്കാരാണ് രക്ഷിക്കപ്പെട്ടത്. Nobody got saved at that point of You life. got it what I said. I hope you understand. Because it is connected with our brain. ഇത് നമ്മുടെ ബുദ്ധിമണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ബൈബിൾ ഇത് പറയുന്നുണ്ട്. The Bible also addresses this. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ You മനസ്സിലാവും. will understand it more clearly. ബൈബിൾ പറയുന്ന പ്രത്യേകിച്ച് ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഫറവോൻ. The word talks about the king Pharaoh. എക്സോഡസ് പുറപ്പാട് പുസ്തകത്തിൽ ഫറവോന്റെ മുൻപിൽ മോശെ ഇപ്പോൾ നിൽക്കുകയാണ്. Moses is standing before the king Pharaoh. ഇപ്പോൾ മോശയിൽ കൂടെ 10 വ്യാധികൾ ആ ദേശത്തുണ്ടായി. There are 10 plagues that are taking place in that എല്ലാ land. പ്രാവശ്യവും വ്യാധികളുണ്ടോ ഫറവോൻ മോശയോട് പറയും ഈ പ്രാവശ്യം നിന്റെ ദൈവത്തോട് അപേക്ഷിക്ക് ഞാൻ മനസാന്തരപ്പെടാം. I mean, each time a plague hits the land, Pharaoh keeps telling the same thing, pray unto the Lord, O Moses, I will be saved. പക്ഷേ 6 പ്രാവശ്യവും ഫറവോൻ മനസ്സ് മാറ്റി. All 6 times he changed his mind. The king Pharaoh changed his mind. അപ്പോ എക്സോഡസ് എനിക്ക് തോന്നുന്നു 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് തോന്നുന്നു 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നു ഈ പ്രാവശ്യം ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുവാണ്.
Amen. I'm hoping it is in Exodus chapter 9. There we see the Lord hardening the heart of the king. 6 പ്രാവശ്യം ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. All the 6 times it was him who hardened the heart. 7ാമത്തെ പ്രാവശ്യം ദൈവം അവന്റെ ഹൃദയത്തെ The കഠിനമാക്കി. 7th time the Lord himself hardened ദൈവം the heart. 6 പ്രാവശ്യം അവന് അവസരം കൊടുത്തു. 6 times the Lord gave him opportunity. എന്നാൽ അവൻ ഉപയോഗിച്ചില്ല. അവന്റെ ഹൃദയത്തെ അവൻ കഠിനമാക്കിയതുകൊണ്ട് 7ാമത്തെ പ്രാവശ്യം ദൈവം അവന്റെ ഹൃദയത്തെ കഠിനമാക്കി. He did not take hold of those opportunity, and the 7th time the Lord himself hardened his യൂദായുടെ heart. മറ്റൊരു യൂദ, നമ്മുടെ യൂദ ഇസ്കറിയോത്ത്. The next example is Judas. യൂദ ഇസ്കറിയോത്തിനെ കുറിച്ച് കാണുന്ന ഒരു പദമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 22ന്റെ 22ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പദമുണ്ട്. In Luke chapter 24 verse 22 we see. Yes, അവിടെ കാണുകയാണ്, behold the hand of the betrays me with me on the table. ഇത് പെസഹ നടക്കുന്ന സമയത്ത് കർത്താവ് പറയുന്ന ഒരു പദമാണ്. This is the passage or the word that Lord says from Luke 22 verse 22. Behold the hand of the betrayer is with on the table. But woe to that man by whom he is betrayed. എന്നെ തള്ളി പറയുന്നവൻ അയ്യോ കഷ്ടമെന്ന് കർത്താവ് പറയാണ്. Amen. The man who is betraying me, woe to that man. ഇവിടെ ഈ സമയത്ത് യൂദായ്ക്ക് രക്ഷപ്പെടാമായിരുന്നു. At that point Judas could have escaped. പക്ഷേ യൂദ രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, desperately അവൻ 30 കാശിന് വെള്ളിക്കാശിന് കർത്താവിനെ മറുത്തു പറഞ്ഞു. Not the fact that he did not escape or save himself, but he betrayed Jesus. ഞാൻ ഇതെന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ, Why did I say this? Pharisees established a pattern of rejection. പരീശന്മാർ ഒരു തിരസ്കരണത്തിന്റെ ഒരു ശൈലി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4:16 കർത്താവ് ഗലീലയിലേക്ക് വരുമ്പോൾ, When Jesus is coming to Galilee in Luke chapter 4, അവിടെ ഗലീലയിൽ വെച്ച് ആലയത്തിൽ ചെന്നിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്, എളിയവരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാർക്ക് വിടുതൽ. ഇതെല്ലാം കർത്താവ് പറയുവാനിടയായി. when Jesus is proclaiming about himself, when he opens the book of Isaiah, the scripture of Isaiah in the temple, and he proclaims about himself, he claimed to heal the sick and deliver the wounded. അവിടെ തൊട്ട് കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി നടക്കുകയാണ്. From there on, the Lord is Jesus is working wonders. അനേക അത്ഭുതങ്ങൾ ഇവരുടെ മുൻപിൽ അവർ കണ്ടു. They have seen so many miracles and പക്ഷേ ഈ wonders. അത്ഭുതങ്ങളെല്ലാം കണ്ടപ്പോൾ അവരുടെ ബ്രെയിനിൽ they establish a pattern of rejection. At that point, when they are seeing all these miracles, they are establishing a pattern of rejection in their mind. That's why they couldn't believe him. അതുകൊണ്ട് യേശുവിനെ അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. Praise the Lord. Are you with me? Amen. ഇന്ന് പകൽ Yes. Okay. Praise the Lord. Next word says, the next verse ഇപ്രകാരം, അടുത്ത വാക്യം ഇപ്രകാരം പറയുന്നു. യേശു കർത്താവ് അവരോട് റെസ്പോണ്ട് ചെയ്യുന്ന പദമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. Jesus is responding to them in this manner is what we see. യേശു കർത്താവ് പറയുകയാണ്, Jesus is saying 25ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, in verse 25, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. every kingdom divided against itself is laid waste, ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ നിലനിൽക്കത്തില്ല. and no city or house divided against itself will stand. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. If Satan casts out Satan, he is divided against ഇവിടെ himself. രണ്ട് കാര്യം യേശു കർത്താവ് പറയുന്നത്. There are two things Jesus is ഒന്നാമത്തെ കാര്യം mentioning. The first thing is, the divided kingdom cannot stand for longer time. amen, a divided kingdom തന്നെത്താൻ ഛേദിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കത്തില്ല. Whether it is kingdom, whether it is nation, whether it is community, whether it is family, whether it is church, that cannot stay for long. അതൊരു സഭയാണെങ്കിലും കുടുംബമാണെങ്കിലും രാജ്യമാണെങ്കിലും ദേശമാണെങ്കിലും തന്നെത്താൻ ഛേദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഛിദ്രിച്ചു പോയാൽ അത് നിലനിൽക്കുവാൻ കഴിയത്തില്ല. If they are divided against themselves, it cannot sustain. അപ്പോൾ അവിടെ കർത്താവ് പറയുന്ന കാര്യം, the importance of unity കുറിച്ച് അവിടെ പറയുകയാണ്. At that point, Jesus is emphasizing on the importance of unity. Importance of unity. Unity എന്ന പദം പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, it is a uniformity. Amen. നമ്മൾ യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ it is talking about uniformity, ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ sameness. Amen. ഒരേപോലെ തുല്യത. Or same opinion. Amen. ഒരേ ആശയത്തോട് യോജിക്കുക. That's not the Bible talks about. അത് മാത്രമേ, അതല്ല വചനം പറയുന്നത്. That's not Bible talks about. അതല്ല വചനം Bible പരാമർശിക്കുന്നത്. basically talks about something else. വചനം പറയുന്ന ഐക്യമത്യം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. Uniformity, sameness എന്ന് പറയുമ്പോൾ എല്ലാവരും മീശ പിടിക്കുക, എല്ലാവരും വെള്ള ഉടുപ്പിടുക, കറുത്ത പാന്റ്, ഈ യൂണിറ്റിയെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. The Bible is not teaching about a unity or uniformity where everybody is clean shaven and everybody is wearing white and white. Rather
the Bible talks about a unity, the unity of the mind. വചനം പഠിപ്പിക്കുന്ന ഐക്യമത്യം എന്ന് പറയുന്നത് മനസ്സുകളുടെ Yes, ഐക്യമത്യത്തെ കുറിച്ചാണ്. മനസ്സിന്റെ ഐക്യമത്യമാണ് ബൈബിൾ പറയുന്ന ഈ ഐക്യമത്യം എന്ന് പറയുന്നത്. The unity that Bible talks about is the unity in mind. Paul and Peter had a different opinions all the time. പൗലോസിനും പത്രോസിനും ഇടയിൽ പല ചിന്തകളിൽ അവർ വ്യത്യസ്തരായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടായിരുന്നു. They had two different opinions about അവരുടെ things. തിയോളജി പോലും വളരെ വ്യത്യസ്തമായിരുന്നു. They're different in their teachings and theologies. പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറയുന്ന തിയോളജി എനിക്ക് മനസ്സിലാകുന്ന പോലുമില്ല. Peter has told about Paul, I don't even understand what doctrines he's teaching. അങ്ങനെ ഇവർ തമ്മിൽ പല പ്രാവശ്യം ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. There were times where they had clashes among themselves. എന്നാൽ ഇവർ രണ്ടുപേരും യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ പുസ്തകങ്ങളിൽ. But both of them are mentioning about unity in both of their books. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. In 1 Peter chapter 3 verse 8, Peter is mentioning about unity. ഇങ്ങനെ വായിക്കുന്ന തീർച്ചയായും എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. Finally, all of you have unity of spirit, sympathy, love of the brethren, a tender heart and a humble mind. Do not repay evil for evil or reviling for reviling, but on the contrary bless. To this you were called that you may obtain blessing. Amen. ശത്രുതയ്ക്കോ ദോഷത്തിന് ദോഷം പകരം ചെയ്യാതെയും ഹല്ലേലൂയ ഛേദിക്കാതെയും ചിത്രിക്കാതെയും അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരായ നാം അനുഗ്രഹിക്കുക. അവിടെ നിങ്ങളൊരു പദം കണ്ട് യൂണിറ്റി ഓഫ് മൈൻഡ്. അവിടെ നമ്മൾ കാണുന്ന ഒരു പദമാണ് മാനസികമായുള്ള ഐക്യമത്യം. ഈ യൂണിറ്റി ഓഫ് വാട്ട് ഈസ് യൂണിറ്റി ഓഫ് മൈൻഡ്? അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന മാനസികമായുള്ള ഐക്യമത്യം എന്താണ്? 4 കാര്യം അവിടെ പറയുന്നു. ഒന്ന്, unity of mind എന്ന് പറഞ്ഞ sympathy. There are 4 things they are mentioning: sympathy, brotherly love, a love of the brethren, 2 tender heart, ഒരു ആർദ്ര കരുണയുള്ള ഹൃദയം, 4 humble mind. Amen. നമ്മളെ തന്നെ സ്വന്തമായി താഴ്ത്തുക. Yes, താഴ്മയുള്ള ഹൃദയം. അങ്ങനെയാണെങ്കിൽ യൂണിറ്റി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് സിമ്പതി ഉണ്ട്. Amen. അവിടെ നമ്മൾ കാണുമ്പോൾ ഐക്യമത്യപ്പെട്ട ഒരു മനസ്സിനകത്ത് ഒരു ഐക്യമത്യപ്പെട്ട ഒരു ഹൃദയമുണ്ട്. അതുപോലെ തന്നെ ബ്രദർലി ലവ് ഉണ്ട്, ഒരു സ്നേഹമുണ്ട്, സഹോദരന്മാരുടെ ടെൻഡർ ഹാർട്ട് ഉണ്ട്. അവിടെ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല ഹൃദയം. അതുപോലെ ഹംബിൾ മൈൻഡ് ഉണ്ട്, കഠിനമാകാത്തൊരു ഹൃദയവും താഴ്മയുള്ള ഒരു ഹൃദയവും. പത്രോസ് പറയുന്ന യൂണിറ്റി ഓഫ് മൈൻഡ്. അവിടെ പത്രോസ് പറയുന്ന മാനസികമായ ഐക്യമത്യം അതാണ്. പൗലോസ് എന്താ പറയുന്ന യൂണിറ്റിയെ കുറിച്ച്? നമ്മൾ what is Paul saying about unity? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ എടുത്താട്ടെ. The book of Philippians, the letter of Philippians പറയുന്നു 2-ാം അധ്യായത്തിന് 1 മുതൽ ഞാൻ വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന് വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി. Amen. Here in Philippians chapter 2 verse 2 we see, complete my joy by being of the same mind. Okay, ഏക മനസ്സുള്ളതിന്റെ പ്രത്യേകത പറയാണ്. ഏക സ്നേഹം പൂണ്ട്, they are having one mind, they are saying, ഐക്യമത്യപ്പെട്ട്, being in full accord, ഏക ഭാവമുള്ളവരായി, with same mind. ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. This is how you complete my joy. അപ്പോൾ ഏക മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? What does it mean by one mind? ഏക സ്നേഹം, one love, ഐക്യമത്യം, one unity, ഏക ഭാവം. just in one ഈ accord. 3 ഘടകം ഉൾക്കൊള്ളുന്നതാണ് ഏക മനസ്സെന്ന് പറയുന്നത്. All of these things come together is what we say about one mind in unity. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I'm hoping you understand at this point. ബൈബിളിന്റെ യൂണിറ്റി ഇതാണ് പറയുന്നത്. This is what Bible teaches അപ്പോൾ about ഞാൻ unity. പറഞ്ഞു, ഇപ്പോൾ കർത്താവിനോട് പറയുകയാണ്, divided kingdom cannot stand for longer time. Amen. ഒരു ഛേദിക്കുന്ന തന്നെത്താൻ ഛിദ്രിക്കുന്ന രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കത്തില്ല. Already you got that point. I hope you understand that. The second point Jesus mentioned here, രണ്ടാമത് പറയുന്ന കാര്യം ഇതാണ്: identify our enemy. നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയുക. It's a very important point. നമ്മൾ വളരെ ആഴത്തിൽ I അറിയേണ്ട ഒരു think കാര്യമാണ്. this is the crux of this message. ഇന്ന് പകലത്തെ നമ്മുടെ ചിന്താ വിഷയത്തിൽ ഏറ്റവും കാതലായ This verse വിഷയമാണ്. begins with every kingdom divided against itself is a laid waste. Amen. തന്നെത്താൻ ഛിദ്രിക്കുന്ന രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കത്തില്ല. It begins with every kingdom. എല്ലാ രാജ്യവും Probably you can write it down, every kingdom. എല്ലാ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാണ് അവിടെ അപ്പോൾ തുടങ്ങുന്നത്. കർത്താവ് ഇവിടെ പറയുകയാണ്,
പല രാജ്യങ്ങൾ. There are different kingdoms, is what Jesus is ഇത് ഏത് mentioning. രാജ്യ കർത്താവ് പറയുന്നത്? What kingdom is Jesus talking about? നമുക്കറിയാവുന്ന രാജ്യവും ഇന്ത്യ അല്ലെങ്കിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും USA ഒക്കെയാണ്. We know only about geographical regions as countries called Bangladesh, India or the US. എന്നാൽ ബൈബിൾ പറയുന്ന ഈ രാജ്യം ആ രാജ്യമല്ല. But which kingdom is the word talking about? കർത്താവ് പറയുന്ന രാജ്യം the kingdom of God and the kingdom of devil. Amen. ദൈവം അവിടെ പറയുന്ന, യേശു അവിടെ പരാമർശിച്ചിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യവും പൈശാചിക മണ്ഡലങ്ങളെയും കുറിച്ചാണ്. അപ്പോൾ ഈ പൈശാചിക രാജ്യത്തെ കുറിച്ച് ഇവിടെ പിശാചിനെ കുറിച്ച് കർത്താവ് ഇവിടെ പറയുകയാണ്. Jesus is mentioning about the devil and his kingdom. ദൈവരാജ്യം ഉള്ളതുപോലെ തന്നെ ഒരു പൈശാചിക രാജ്യമുണ്ട്. Just like how we have the kingdom of God, there is another kingdom of the evil. നിങ്ങളുടെ കണ്ണു മുൻപിൽ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ആ രാജ്യം വളരെ ആക്റ്റീവാണ്. Even if you don't see it with your naked eyes, that kingdom is actively working. അത് 24 ഹവറും അത് വളരെ ആക്റ്റീവായിട്ട് ജനത്തെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. Round the clock they are intaking people to their kingdom. ഇനി ആ രാജ്യം തന്നെ ചിതറിച്ചാലോ? What happens if that kingdom fights against itself? ആ രാജ്യത്തെ നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് കർത്താവ് പറഞ്ഞേ. Jesus is teaching us that it cannot stand. അപ്പൊ ചില സമയങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത ഫോക്കസ് ചെയ്യുന്നതെന്ന് അറിയാമോ? At some point, why do we get distracted in our lives? Because നമ്മുടെ യഥാർത്ഥ എനിമി ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ We മറന്നുപോയി. are not able to understand who our real enemy is. Once you are in the kingdom of God, the kingdom of Satan is always against you. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഭാഗമായി കഴിയുന്ന നിമിഷം മുതൽ പിശാചിക മണ്ഡലങ്ങൾ മുഴുവൻ നമ്മുടെ പുറകിൽ വരുവാൻ It is തുടങ്ങും. always after you. എല്ലാ നിമിഷവും നമ്മുടെ പുറകെ തന്നെയുണ്ട്. ആ സമയത്ത് At that point, നമ്മൾ എന്ത് ചെയ്യണമെന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. the Ephesians chapter 6 teaches us what to do. സർവായുധ വർഗ്ഗം എടുത്തുകൊണ്ട് നിൽക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. We have to be coming against with all the powers of the wickedness. 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. We are not contending against flesh and blood, but against principalities and powers against of darkness. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോരാട്ടം നമ്മുടെ അടുത്തിരിക്കുന്ന അയൽവാസിയോടല്ല. Our fight is not against our neighbors who is sitting നമ്മുടെ next to us. പോരാട്ടം സഭയിലെ എൽഡറിനോടല്ല. Our fight is not against the elder in the നമ്മുടെ church. പോരാട്ടം ഈ കാണുന്ന ഏതെങ്കിലും മനുഷ്യരോടല്ല. Our fight is not against the people whom we see in our നമ്മുടെ lives. പോരാട്ടം യഥാർത്ഥമായി അന്ധകാര മണ്ഡലങ്ങളോടാണ്. Our fight is against the darkness and the ആ principalities. മണ്ഡലങ്ങൾ നമ്മെ തകർക്കാൻ ഏത് സമയത്ത് നിൽക്കുകയാണ്. The enemy and that kingdom is against us all the time. എന്നാൽ ആ മണ്ഡലത്തെ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നത്? How can we overcome or win this kingdom? ആ മണ്ഡലം കൂടെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ I'm അവസാനിപ്പിക്കാം. going to conclude on how we can win or overcome these powers. അടുത്ത പദം ഇങ്ങനെ പറയുന്നു. The next verse വായിച്ച says, വാക്യത്തിന്റെ അടുത്ത പദം, the next verse that we just read, കർത്താവ് എന്താ പറയുന്നത്? അടുത്ത പദം what is Jesus saying? പ്രീസിക്ക് വായിക്കാമോ? ആ ആ ആ ആ ആ ഓക്കെ മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് രണ്ട് കാര്യം പറയുകയാണ്. There are two things Jesus is mentioning in that ഇന്ന് രാവിലെ passage. ഈ പദങ്ങൾ നിങ്ങൾ ഓർക്കണം. We need to understand what ഇവിടെ കർത്താവ് പറയുന്ന ഒന്നാമത്തെ കാര്യം, the first thing Jesus is saying. കിങ്ഡം പ്രോമിസ്. There is a kingdom promise. സ്തോത്രം. ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തം. A kingdom promise is what Jesus is mentioning. ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തം എന്താ ഇവിടുത്തെ? What is the kingdom promise we see here? ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തം, ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് ഡെലിവറൻസ്. നമ്മൾ അവിടെ കാണുന്നത് വിടുതലിന്റെ ഒരു ശുശ്രൂഷയാണ്. സ്തോത്രം. വിടുതലിന്റെ മിനിസ്ട്രിയാണ് ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തം ഇവിടെ കാണുന്നത്. A promise of the kingdom is the ministry of deliverance. ഇവിടെ വായിക്കുകയാണ്, എന്താ വായിച്ചത്? ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കണമെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. Here it is saying in verse 28, but if it is by the Spirit of God that I cast out demons, then the kingdom of God has come upon ഇവിടെ you. ഡീമൻ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. I'm asking you a word because I we don't read know the who word is going demon. to answer me. I don't know who is answering me. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ ശരീരത്തിൽ ഭൂതം പ്രവേശിക്കുമോ? Will demon possess a newborn believer? Yes or no? Is it a yes or a no? Okay. Okay, ചിലര് yes പറയുന്നു. ആർക്കെങ്കിലും any other answer? All right. Praise the Lord.
വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഭൂതത്തിന് പ്രവേശിക്കാൻ കഴിയുമോ? Can a born again believer be possessed by a demon? Bible says The word says, no. but the word says no. How come? അതെങ്ങനെ? ബൈബിൾ പറയുന്നു, The word teaches the us. one who is with me is greater than the one who is in the world. Amen. എൻ്റെ അകത്തുള്ളവൻ എൻ്റെ പുറത്തുള്ളവനേക്കാൾ വലിയവനാണ് എൻ്റെ അകത്തിരിക്കുന്നവൻ. അങ്ങനെയാണെങ്കിൽ എന്റെ അകത്തൊരുവൻ ഉള്ളത് കൊണ്ട് ഭൂതത്തിനകത്ത് ഇതിനകത്ത് കയറാൻ കഴിയത്തില്ല. When there is a stronger man on the within of us, a man from outside cannot enter in. Amen. Amen. വിശ്വസിക്കുന്നുണ്ടോ? Oh, can you believe that? എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? How many of you believe that? സ്തോത്രം. Amen. ഞാൻ ഇന്ന് വെളിപ്പെടുത്താം. I can make it clear. ഒരു വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ അവൻ റീജനറേഷൻ എക്സ്പീരിയൻസ് അവൻ ഉണ്ടാകുമ്പോൾ, When he is having a transformative life experience for a born again believer, അവന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വീണ്ടും ജനിക്കുകയാണ്. in his spirit, Holy Spirit is being burst out in his spirit. വീണ്ടും ജനിച്ച ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാൻ തുടങ്ങുന്നത് കൊണ്ട്, When a born again believer starts abiding in the Holy Spirit, കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. in Colossians we read Christ, the hope of glory is within us. അങ്ങനെയാണെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശ ഇരിക്കുന്നിടത്ത് ഭൂതത്തിന് കയറി വരാൻ കഴിയത്തില്ല. When there is hope of glory, Christ living or abiding within us, demons cannot possess us. ഇന്ന് രാവിലെ ഈ പറയുന്ന പദം നിങ്ങളുടേതാക്കി എടുത്താൽ തന്നെ ഭയങ്കര വിടുതൽ ഉണ്ടാവും കേട്ടോ. I mean, if you can personalize it and take these words that are being released this morning, you will see deliverances. തിയോളജിനോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു വീണ്ടും ജനിച്ച നിങ്ങളുടെ ശരീരത്തിൽ ഭൂതം കയറുമെന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കാനുള്ള വചനം ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I am talking about a word that you can rebuke to come against people who are preaching that you can be a born again believer and still be വീണ്ടും possessed. ജനിച്ച ദൈവകൃപയിൽ നിൽക്കുന്ന ഒരുവന്റെ ശരീരത്തിൽ ഭൂതത്തിന് പ്രവേശിക്കാൻ കഴിയത്തില്ല. If you are a born again believer and walking in the grace of the Lord, a demon cannot possess you. എന്നാ ഭൂതം കയറുന്ന മേഖലയുണ്ട് സുവിശേഷത്തിൽ. There is another place where demons can possess in അതിന് Gospels. കർത്താവ് നല്ലൊരു മെറ്റഫോർ പറഞ്ഞത് നിങ്ങൾക്കറിയാം. The Lord has spoken in a metaphorical manner ഏതാ? there. മുഴുവൻ അടുക്കി വെടിപ്പാക്കിയ ഒരു ഹൃദയം, A heart that is അല്ലെങ്കിൽ clean and ഭവനത്തെ കുറിച്ച് പറയുന്നത്. there is a house that is mentioned where it is വീണ്ടും in പിശാച് order. അതിലൂടെ വന്നു. When the enemy comes പിശാച് again, ഉണ്ടായിരുന്നു, ഇപ്പൊ ഇതെല്ലാം അടുക്കി വൃത്തിയാക്കി എല്ലാം ക്ലീൻ ഔട്ട് ചെയ്തു. the enemy had taken over that house, but now it is all in ഇത് order and ക്ലീൻ set ഔട്ട് free. ചെയ്തുകൊണ്ട് പിശാച് ഓടിപ്പോയെന്നില്ല, പിശാച് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. But when you were set free, the enemy is still around you, peeping into your അപ്പൊ life. പിശാച് ഇപ്പൊ ഈ പ്രാവശ്യം വന്ന് നോക്കിയപ്പോൾ എല്ലാം ക്ലീൻ ഔട്ട് ആണ്, പക്ഷേ ഇവിടെ ഇപ്പോഴും വേക്കന്റ് ആയിട്ട് കിടക്കുക. Amen. But at that point when the enemy saw, it is all cleaned out and clear, but it is still vacant. വചനം പറയുന്നു അവൻ അവിടെ കയറിയിരുന്നെന്ന്. The word teaches us that the enemy took over that place again. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഇത് ക്ലീൻ ഔട്ട് ചെയ്യുന്ന പരിപാടി മാത്രമല്ല. Amen. Being under the power of salvation or being saved is not just a process where you get rid of bad things, മറിച്ച് കർത്താവിനെ ഈ ക്ലീൻ ഔട്ട് ചെയ്ത ഭവനത്തിലോട്ട് സ്വീകരിക്കുന്നതാണ്. but it is about accepting or welcoming the Lord into your hearts that's been യേശു cleaned കർത്താവ് out. നിന്റെ കർത്തൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ When the Lord takes the lordship of your life, പിന്നെ ഒരു പിശാചിനും നിന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. no enemy can take over your life. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? Amen. ഒരു സ്തോത്രം ഉറക്കെ പറയാൻ പറ്റുമോ? Hallelujah. ഓ യേശുവിന്റെ നാമത്തിൽ ചില വേണ്ടാത്ത പഠിപ്പീരികളൊക്കെ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ പൊട്ടണം. Amen. There are some unbiblical teachings that have been broken. അപ്പൊ ശരീരം വിടുവിക്കപ്പെട്ടു കഴിഞ്ഞാൽ, When the body is set free, ശരീരം വിടുവിക്കപ്പെട്ടിട്ടില്ല, ആത്മാവ് വിടുവിക്കപ്പെട്ടാൽ when the spirit is set free, അവിടെ കർത്താവ് വാഴുവാണ്. at that point the Lord is our Lord of the God heart. reigns. God reigns there. അവിടെ കർത്താവ് വാഴുകയാണ്. Amen. The Lord is reigning. എന്നാൽ അതേ സമയം രക്ഷ എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞ പോലെ ത്രികാലാനുഭവമാണ്. At that point when we just heard in the morning, salvation is a ആത്മാവ് day-to-day രക്ഷിക്കപ്പെട്ടു, experience. ആത്മാവ് രക്ഷിക്കപ്പെട്ടു. Our spirit is saved. എന്നാൽ നമ്മുടെ ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Our soul is being saved. അപ്പൊ ദേഹി എന്ന് പറയുന്ന സോളിഷ് സ്ഥലമാണ്. Our soul is what we talk about. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, പക്ഷേ സോളിഷ് സ്ഥലത്തിൽ പിശാച് ഇപ്പോഴും ബന്ധനം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Even though the spirit is saved, our soul is being saved and the enemy is after our soul. അതുകൊണ്ടാണ് കർത്താവ് കൊരിന്ത്യർ ലേഖനം 2 Corinthians chapter 10:5 പറഞ്ഞു, സ്തോത്രം എന്താ പറഞ്ഞതെന്ന് അറിയോ? നിങ്ങളുടെ തോട്ട്സിനെ ഇമാജിനേഷനെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കണം എന്ന് പറഞ്ഞു. Amen. In 2 Corinthians, Paul is saying, bind your thoughts to renew your mind in Christ. കാര്യം
പിശാചിനിപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖല എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ സോളിഷ് സ്ഥലത്തിലാണ്. Because that is the only accessible point in your life. Your soul is the only access point to the enemy. അകത്ത് കർത്താവുണ്ട്, രക്ഷിക്കപ്പെട്ടു, ആത്മാവ് രക്ഷിക്കപ്പെട്ടു. Because the Lord is reigning over in your spirit. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ, ഈ ഫോളൻ വേൾഡിലൂടെ നടക്കുമ്പോൾ പൈശാചിക മണ്ഡലം നമ്മുടെ ചിന്താഗതികളിലൂടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. But in our soul, the enemy is trying to trick us and distract us when we are living in this fallen world. പൈശാചിക മേഖലകള് നമ്മുടെ മാനസിക മണ്ഡലത്തെ എപ്പോഴും അശുദ്ധമാക്കാൻ The ശ്രമിച്ചുകൊണ്ടിരിക്കുക. enemy is always trying to contaminate or put evil thoughts into our minds. അപ്പോൾ പൈശാചിക മേഖലകൾ ഇടുന്ന അശുദ്ധി ഞാൻ മാനസികമായിട്ട് അത് സ്വീകരിച്ചാൽ ആ അശുദ്ധി എന്റെ സോളിഷ് സ്ഥലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. If you accept all those things of evil into your soul, it enters and contaminates your soul. അങ്ങനെ നമ്മുടെ സോളിഷ് സ്ഥലം അശുദ്ധമാകും. That is how our soul becomes unholy. സോളിഷ് സ്ഥലം അശുദ്ധമാകുമ്പോൾ When our soul becomes unholy, എന്താ സംഭവിക്കുന്നത്? what happens at that point? ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പിശാചിന് നമ്മളെ ഡീമൻ പൊസസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മെ ഒപ്രസ് ചെയ്യാൻ പറ്റും. Amen. Even though the demon cannot completely possess you, it can oppress you. എവിടെ ഒപ്രസ് ചെയ്യുന്നത്? Where does he oppress നമ്മുടെ you? വികാരങ്ങളിൽ ഒപ്രസ് ചെയ്യാൻ തുടങ്ങും. Our emotions can be oppressed. നമ്മുടെ വൈകാരിക മേഖലയിൽ ഒപ്രസ് ചെയ്യാൻ Our തുടങ്ങും. mental thoughts can be അപ്പൊ oppressed. വികാരം എന്ന് പറഞ്ഞാൽ എന്താ? What does it mean by emotions? സന്തോഷം, Our joy, സമാധാനം, our peace, ഇതൊക്കെയാണ് വൈകാരിക മേഖല. all of these are emotional അപ്പോൾ factors. വൈകാരിക മേഖല പിശാച് അറ്റാക്ക് ചെയ്തതിന്റെ യഥാർത്ഥ തെളിവെന്തെന്ന് ചോദിച്ചാൽ What is the reason or what is the evidence that the enemy has attacked your emotions? ദൈവം നമ്മുടെ മേൽ പകർന്ന ദൈവിക സന്തോഷം നഷ്ടപ്പെട്ടു പോകുകയാണ്. We lose the joy of the Lord from our heart. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവുമാണ്. Kingdom of God is not wine or bread, but righteousness, joy and peace. അപ്പോൾ ദൈവരാജ്യത്തിൽ കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ അവൻ സ്വർഗീയ സന്തോഷം ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടവനാണ്. When a child of God is called out, he is supposed to experience the joy of the Lord day to day. പക്ഷേ സോളിഷ് സ്ഥലം അവിടെ അശുദ്ധമാക്കപ്പെട്ടാൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവിക സന്തോഷം അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. But when we subdue our soul into the evil thoughts of the enemy, we lose the joy of our heart. സന്തോഷം നഷ്ടപ്പെടുന്നതിന്റെ തെളിവെന്താ? What is the reason or what is the evidence that we lose our joy? നിരാശ ജീവിതത്തിൽ കാർന്നു പിടിക്കുക. Depression comes into our life. പ്രതീക്ഷ നഷ്ടപ്പെട്ട് സ്തോത്രം ഹോപ്പ്ലെസ്നെസ് കടന്നു വരും. We lose hope and we get to a state of മീനിങ് hopelessness. നഷ്ടപ്പെട്ട് മീനിങ്ലെസ് കടന്നു വരും. We get into a place of meaningless or purposelessness. നഷ്ടപ്പെട്ട് പർപ്പസ്ലെസ്നെസ് ആയി പോകും. We get into a point of purposelessness in അങ്ങനെ our നമ്മുടെ life. ജീവിതം gloomy and dark ആയി തീരുവാണ്. At that point, our life becomes gloomy and dark. മനസ്സിലാകുന്നവർ ഒരു സ്തോത്രം പറഞ്ഞേ. How many of you understand this morning? ഇത് പറയുമ്പോൾ ഉപദേശി എന്ന നിലയിൽ എന്നോട് പൈശാചിക മേഖല ഈ മേഖലയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. Amen. When I'm preaching this as a human being, as a pastor, even the enemy is after my soul പിശാചിനറിയാം too. എന്റെ ആത്മാവിനെ തൊട്ട് കളിക്കാൻ പിശാചിന് പറ്റത്തില്ല. The enemy is well aware of the fact that he cannot touch പിശാചിന് my spirit. തൊട്ട് കളിക്കാൻ പറ്റുന്ന ഏക മാർഗം എന്ന് ചോദിച്ചാൽ എന്റെ മാനസിക മണ്ഡലങ്ങളെയാണ്, The only point that the enemy can touch is my mind or my എന്റെ soul. വികാരങ്ങളെയാണ്. He can only play with my ദൈവം എന്റെ മേൽ emotions. പകർന്നിരിക്കുന്ന ദൈവിക സന്തോഷത്തെയാണ്. He can only touch the joy, eternal joy of ദൈവം my എന്റെ മേൽ heart. പകർന്ന ദൈവിക സമാധാനത്തെ ആ പ്രമോദത്തെയാണ് പിശാചിന് തൊട്ട് കളിക്കാൻ He can കഴിയുന്നത്. only play or disturb the peace that is within my heart. എന്നാൽ ഈ മേഖലയിൽ പൈശാചിക മേഖല അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ But at that point when the enemy is after you, എന്റെ മനസ്സ് നിരാശയിലോട്ട് കുഴിയും. my heart will start getting into depression. ഞാൻ ദുഃഖത്തിലേക്ക് ആണ്ടുപോകും. I will start going into ഞാൻ sadness. ഏകപ്പെടലിന്റെ വേദന അനുഭവിക്കാൻ I തുടങ്ങും. will start understanding or going through the feeling of loneliness. ഞാൻ വളരെ പ്രതീക്ഷ അസ്തമിച്ച ഒരു മനുഷ്യനായി തീരുകയാണ്. I live like a person who lost all hope. എന്നാൽ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? What do we do at that point? ഒരു ദൈവവേദന എന്താ ചെയ്യേണ്ടത്? What does a child of God do at that point? ദാവീദിന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടായി. There was an experience David had to go through. സങ്കീർത്തനം 51 സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. Psalms 51 we read. താൻ ഇപ്രകാരം സോളിഷ് മേഖലയിൽ താൻ ഇപ്രകാരം കടന്നു പോകുമ്പോൾ When he is in a very bad state in his soul, താൻ ചെയ്ത കാര്യം ദൈവത്തിലേക്ക് മടങ്ങി വരികയാണ്. he is coming back to the presence of the Lord at that point. അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. He is praying in this manner. Create in me clean heart of God എന്നിൽ ഒരു പുതിയ ഹൃദയം സൃഷ്ടിക്കണമേ. and renew thy spirit within me അങ്ങയുടെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. and cast me not away from your presence അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ and take വിട്ടുകളയരുതേ. not the Holy Spirit from me. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പക്കൽ നിന്ന് Restore മാറ്റരുതേ. unto me എനിക്ക് the യഥാസ്ഥാനപ്പെടുത്തി joy of thy തരണമേ. salvation. അങ്ങയുടെ രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് എന്നെ പുതുക്കി യഥാസ്ഥാനപ്പെടുത്തണമേ. നടത്തണമേ. Oh, renew in me. ഇന്ന് രാവിലെ ഏതെങ്കിലും വ്യക്തിയെ കേൾക്കുന്നവർ ഏകാന്തതയിൽ കൂടെ കടന്നു പോകൽ ദാവീദിനെ പോലെ
going through a tough time, renew a new heart in me, Lord. ഇപ്രകാരം ദാവീദ് നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ When David started crying out in this അവന്റെ manner, ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം മടങ്ങി വന്നു. he got back. The Lord restored the joy in his life. ദൈവവുമായിട്ടുള്ള ബന്ധം മടങ്ങി വന്നപ്പോൾ, When the relationship was renewed, ഇന്നലകളിൽ നഷ്ടപ്പെട്ട സന്തോഷം മടങ്ങി വന്നു. oh, the joy that he lost was restored. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷത്തെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ ഈ ദൈവരാജ്യത്തിലൂടെ മടക്കി തരുവാൻ കഴിയും. The Holy Spirit can restore the joy that you had once. He wants to restore it back into your life. നീ ഏകാന്തതയിലും ദുഃഖത്തിലും നെടുവീർപ്പിലും കിടക്കേണ്ടിവനല്ല. You don't have to go through this loneliness, this problem and burden all the days of your life. ആത്മാവിനെ രക്ഷിച്ച ദൈവത്തിന് നിന്റെ ദേഹിയെക്കുറിച്ച് വലിയ പ്ലാനുണ്ട്. The Lord who saved your spirit has a plan for your soul too. അതുകൊണ്ട് ഇന്ന് പകൽ നീ മടങ്ങി വരണം. That's why you have to come back this morning. Praise the Lord. Hallelujah. Praise the Lord. Thank you, Jesus. അവസാനിപ്പിക്കുന്നു. We are concluding this. ഞാൻ പറഞ്ഞ പോലെ 1 മണിയായിട്ടുണ്ട്. It is almost 1 o'clock. എന്റെ അവസാനത്തെ പോയിന്റ്, This is the last part. the kingdom advancement. There's a kingdom advancement ഇത് happening. ചിലരോടുള്ള ഒരു ദൂത് കൂടിയാണ്. This is another message. എല്ലാവർക്കും ഉള്ള ദൂത് അല്ലെങ്കിൽ ചിലർക്കുള്ള ദൂത്. Even if though it is not for everyone. കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ ദൂത് ഞാൻ പറഞ്ഞു, The first thing that I mentioned, the kingdom promise, ദൈവരാജ്യത്തിന്റെ the വാഗ്ദത്തം, ministry of deliverance. വിടുതലിന്റെ ശുശ്രൂഷ. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, The second thing is, ഈ പദം പറയുകയാണ്, the word says, the kingdom advancement. there is a kingdom advancement. 29ാമത്തെ വാക്യത്തിൽ പറയുന്നു, In verse 29, how can anyone enter the strong man's house? how can someone ഒരു ബലശാലിയുടെ വീടിനെ എങ്ങനെ അവന് കൈവശമാക്കാം? Who is the strong man? ഈ ബലശാലി The ആരാണ്? strong man represent here demon. ഇവിടെ നമ്മൾ കാണുന്ന ബലശാലിയെ ഒരു ചെറിയ demon അല്ല ഇവിടെ. It is not a small ഈ demon. demon എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനം 6:12 പറഞ്ഞു, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളുടെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ട്. There is a hierarchical order that we see in Ephesians chapter 6 about principalities and powers of darkness. അപ്പോൾ ദേശത്തിന്റെ ദേശാധിപതി ശക്തികളുണ്ട്. There are regional powers of darkness. അപ്പോൾ ഈ ദേശാധിപതി ശക്തി ഒരു ദേശത്ത് ഉള്ള ജനത്തിൽ മേൽ അവന്റെ പൈശാചിക സ്വാധീനം ഇട്ടുകൊണ്ടിരിക്കുക. When the evil one influences the people in that kingdom, in that region, അതുകൊണ്ടാണ് ഒരു ദേശത്ത് നിങ്ങൾ നോക്കിയാണെങ്കിൽ പ്രത്യേക അഡിക്ഷൻസ് കാണാൻ that കഴിയുന്നത്. is why you can regionally see particular addictions going on around in ഒരു that place. ദേശത്ത് പ്രത്യേകമായ എല്ലാവരും തുല്യമായ അനുഭവം. There are similar experiences to people who live in the same region. കാര്യം ദേശത്തിന്റെ അന്ധകാര ശക്തി ആ ദേശത്തെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. There is an influence of the powers of darkness in that region. അപ്പൊ ഇതിനെ എങ്ങനെ പൊളിക്കാൻ കഴിയുന്നത്? How do we break out of these powers? Bible says, yes. How can anyone enter the strong man's house and carry his property? The property is a human being. ഒരു ബലശാലിയുടെ വീട്ടിൽ കയറി അവന്റെ കാര്യങ്ങൾ എങ്ങനെ അവന് കൈവശമാക്കാം? Unless you bind up the strong man. ആ ബലശാലിയെ വലിച്ചു കെട്ടാതെ, അവനെ കീഴടക്കാതെ. ഇവിടെ ഒരു വലിയ ചോദ്യം വരുന്നുണ്ട്. There is a question that has been raised at this point. Can we bind the strong man? നമുക്ക് ഈ ബലശാലിയെ പിടിച്ചു കെട്ടാൻ സാധിക്കുമോ? Yes or no? Yes or no? Can we bind the strong man? നമുക്ക് ഈ ബലശാലിയെ പിടിച്ചു കെട്ടാൻ സാധിക്കുമോ? നിങ്ങൾ പറഞ്ഞ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു yes. Amen. നമ്മളോട് വചനം പഠിപ്പിക്കുന്നു, നമ്മളെല്ലാം ഒരുമിച്ച് അംഗീകരിക്കുന്ന കാര്യമാണ്. South Baptist, Southern Baptist theology പറയുന്നു no. Southern Baptist theology teaches us it is a no. Cessationism പറയുന്നു no. Cessationism പക്ഷേ talks about it as a Pentecostals no. പറയുന്നു yes. പെന്തക്കോസ്തുകാർ പറയുന്നു it is a yes. അതുകൊണ്ട് I need to clear my theology here. Amen. ഇവിടെ ഞാൻ പറയുന്ന കാര്യം വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്? Why do we say we can take hold of this strong man? The word says, പാമ്പുകളെ തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. oh, the word says, I am given the authority to trample every snake and serpent under my feet. Praise the Lord. Amen. Praise the Lord. Hallelujah. Praise the Lord. എങ്കിലും അതൊന്നും നിങ്ങൾക്ക് ഒരു ഹാനിയും വരുത്തത്തില്ല. Oh, no harm shall it make to your life. Amen. It's not over there. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. Whatever you bind on earth will be bound in heaven. നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗ്ഗത്തിൽ അടിയപ്പെട്ടിരിക്കുന്നു. Whatever you loosen in earth will be loosened in heaven. അടുത്ത വാക്യം ഇങ്ങനെ The പറയുന്നു. next verse. രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് When two people unite, പ്രാർത്ഥിച്ചാലും when they pray in spirit, മറുപടി അയക്കും. I will reply. രണ്ടുപേർ ഒരുമിച്ച് നിന്ന് When two people pray in unity,
ദേശത്തിന്റെ വ്യാപാരത്തെ കെട്ടിയാൽ അത് കെട്ടപ്പെടും. If they break and bind the powers of darkness in unity together, it will happen, it will be bound. ആമേൻ. Amen. ആമേൻ. കിങ്ഡം അഡ്വാൻസ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? How can we live under kingdom advancement? Unless he ties up the strong man. Amen. ആ ബലശാലിയെ പിടിച്ചു കെട്ടാതെ. എങ്ങനെ കെട്ടുന്നത്? How do we bind him? പറഞ്ഞാട്ടെ, എങ്ങനെ കെട്ടുന്നത്? How do we bind him? Come on. How can you bind the strong man? ആ ബലശാലിയെ എങ്ങനെ പിടിച്ചു കെട്ടാൻ സാധിക്കും? By prayer. Amen. പ്രാർത്ഥനയിലൂടെ. That is only way. Amen. അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. പ്രാർത്ഥിക്കുന്നവൻ ബലശാലിയെ പിടിച്ചു കിട്ടും. Amen. A man who prays can take over that strong man in their life. പ്രാർത്ഥിക്കുന്ന സഭ അധികാരമുള്ള സഭയാ. A praying church is an authoritative church. പ്രാർത്ഥിക്കുന്ന വ്യക്തി അവൻ ശക്തിയുള്ളവനാ. A praying man is a powerful man. അപ്പൊ prayerless man is a powerless man. Amen. Then a prayerless man is definitely a powerless man. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ അധികാരത്തെ ഈ ഭൂമിയിൽ വിനിയോഗം ചെയ്യുന്നവനാ. Amen. When a man is praying, he's an authoritative man on this earth. ഈ കിങ്ഡം അഡ്വാൻസ്മെന്റ് എന്ന് ഞാൻ ഒരു പദവിയോട് പറഞ്ഞു. When I talk about kingdom advancement, 11-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കണം. in chapter 11 we see യോഹന്നാൻ സ്നാപകൻ മുതൽ ഇന്നേ വരെ from John the Baptist till date, ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. amen, the kingdom of God is given to people who take hold of it. The violent will take it by force. Amen. ബലാത്കാരികൾ ദൈവരാജ്യത്തെ കൈവശമാക്കും. പദം കണ്ടോ നിങ്ങൾ? Amen. Did you see that word? Underline the word. Oh, underline അപ്പൊ that കിങ്ഡം word. എന്ന് പറഞ്ഞാൽ Come on. പറഞ്ഞ നിങ്ങൾ പറഞ്ഞേ കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? What does it mean by kingdom? What? Amen. Kingdom means Kingdom means, that has to utilize your power. amen, നമ്മുടെ ശക്തി ഉപയോഗിച്ച് ബലാത്കാരികൾ ആ ദൈവരാജ്യത്തെ കൈവശമാക്കും. You don't have the power. Amen. നമ്മുടെ കൈവശം ആ ശക്തിയില്ല. We don't have the power. We don't have, നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ശക്തിയില്ല. പക്ഷെ നമ്മുടെ മേൽ ഒരു അത്യന്ത ശക്തി എന്ന പവർ ഉണ്ട്. മാനുഷികമായി നമ്മുടെ ഉള്ളിൽ ആ ബലവും ശക്തി ഇല്ലെങ്കിലും നമുക്കൊരു ദൈവ ഈ ശക്തിയുണ്ട്. അത്യന്ത ശക്തി എന്റെ മേൽ പകരപ്പെട്ടതുകൊണ്ട് When I have this power of the ഈ Holy അത്യന്ത Spirit, ശക്തി എന്നെ പ്രാർത്ഥന മുറിയിലേക്ക് നയിക്കുകയാണ്. oh, this almighty power leads me into my prayer അപ്പൊ room. പ്രാർത്ഥിക്കാത്തവന് ശക്തിയില്ലെന്നർത്ഥം. Oh, that means a man who doesn't നീ pray do not have power. പ്രാർത്ഥിക്കുന്നവനാണോ നീ ശക്തിയുള്ളവനാ? If you are a praying man, you are a powerful നീ man. പ്രാർത്ഥന വീരിയാണോ നിന്റെ മേൽ ശക്തിയുണ്ട്. Are you a prayer warrior? You are a powerful man. പ്രാർത്ഥിക്കാത്തവൻ നിനക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം ഇവിടെ നിന്ന്. Amen. Even if you don't pray, you can preach on the stage. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ ആണ് ശക്തിയെ കൈകാര്യം ചെയ്യുന്നവൻ. Amen. A man who operates in power is a man who ഈ prays. പ്രാർത്ഥന കൊണ്ട് ശക്തിയെ കൈകാര്യം ചെയ്യുമ്പോൾ If you can operate in power with prayer, ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുക. the violent shall take hold of the kingdom by force. The violent will take it by force. The violent will take it by അപ്പൊ force. ടെറിട്ടോറിയൽ സ്പിരിറ്റ് ബൗണ്ട് ചെയ്തിരിക്കുന്ന ദേശത്തിൽ മേൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശം സ്വതന്ത്രമാവുക. When a praying man sets free the city, the region, that place is set free. ഞാൻ പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉള്ള കാര്യമല്ല, എന്നാൽ ചിലർ ആത്മാവിൽ ഇത് ഏറ്റെടുത്തോണ്ടിരിക്കുക. It is not for everyone, but I know a few are receiving it in their spirit. നിങ്ങൾ ഒരു ട്രാക്ട് കൊടുത്താൽ ഒരുത്തനും രക്ഷിക്കപ്പെടത്തില്ല. Amen. When you distribute a tract, maybe that person would not be saved. നിങ്ങൾ ആരോടെങ്കിലും കൂട്ടുകൂടി ആരും രക്ഷിക്കപ്പെടത്തില്ല. When you establish a friendship with somebody, that നിങ്ങൾ person അവരുടെ will കൂടെ not be ഫുഡ് saved. കഴിച്ചാൽ ആരും രക്ഷിക്കപ്പെടത്തില്ല. When you have dinner or you have food എന്നാൽ together, ആത്മാവിൽ നീ ജയിച്ചിട്ട് അവനെ തൊടുമ്പോൾ അവന്റെ മേൽ നിന്റെ മേൽ നിന്ന് ദൈവശക്തി അവന്റെ മേൽ വ്യാപരിക്കും. amen, when you pray and touch that man, there will be an impartation, the Lord will move. അവൻ ചോദിക്കും, നിന്നോട് ചോദിക്കും, നിന്റെ മേൽ ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. He will come to you and ask you, you are a നിന്റെ different മേൽ man. ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ടല്ലോ. There is a different power that I sense. നിന്റെ മേൽ ഒരു കൃപ There വ്യാപരിക്കുന്നുണ്ടല്ലോ. is a different grace അവൻ that I പറയുന്ന see. കൃപയെന്നൊന്നും ആയിരിക്കില്ല, പക്ഷെ അവൻ പറയും നിന്റെ മേൽ എന്തോ ഒരു മാസ്മരികതയുണ്ടെന്ന് പറയും. He may not be using the term grace, but he would see a difference in your അവൻ life. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങും. Even a man who prays, there will be kingdom work പ്രാർത്ഥിക്കുന്ന മേൽ happening. ദൈവശക്തി വെളിപ്പെട്ടു തുടങ്ങും. A man who prays will see the power ഞാൻ of God അവസാനിപ്പിക്കുകയാണ്. എന്റെ manifesting. സമയം തീർന്നുകൊണ്ട് I am അവസാനിപ്പിക്കുക. closing this morning. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിന്നാട്ടെ. Amen. Let's all ഈ raise our രാവിലെ feet. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. Amen. Come on, start praying in the ബലാത്കാരികൾ spirit. ദൈവരാജ്യം ബലാത്കാരം ചെയ്തു. Oh, the violent shall take it by force. ഒരു സാധാരണ ഒരു ജീവിതം ഉറങ്ങിയും സ്തോത്രം ഭക്ഷിച്ചും ജോലി ചെയ്തും അവസാനിപ്പിക്കാനല്ല ഒരു ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു സിറ്റിസനെ ദൈവം വിളിച്ചത്. A child of God who is in the kingdom of God is not called to live an ordinary life just by eating and sleeping.
rather അവനെ ദൈവം വിളിച്ചത് ദൈവരാജ്യത്തെ ബലാത്കാരത്തോടെ പൈശാചിക രാജ്യത്തിന്മേൽ സ്ഥാപിക്കാനാ. Oh, but the kingdom principle, the child of God is called to establish his kingdom over the evil kingdom. ഇന്ന് രാവിലെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, ദൈവം നിന്നെ വിളിച്ചിരുന്ന ഒരു ഉദ്ദേശമുണ്ട്. Oh man, there is a purpose on your life. Let me tell those children who are studying in ദൈവ Bible പ്രവൃത്തിക്ക് colleges. വേണ്ടി നിൽക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ പറയുന്നു, ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. There is a big purpose over your life, on your life. Those who are ഇന്ന് standing for രാവിലെ the ഇവിടെ word. ആയിരിക്കുന്ന ഗസ്റ്റിനോട് ഞാൻ പറയുന്നു, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസംഗം നിങ്ങളെ ഇപ്പോൾ ദൈവം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Hallelujah. Those who are guests this morning, the Lord is speaking to you directly. That is why you are here അതുകൊണ്ട് this ഇന്ന് രാവിലെ morning. വീട് സമർപ്പിച്ചാട്ടെ, Come on, surrender your life. ദൈവത്തിലേക്ക് സമർപ്പിച്ചാട്ടെ, Surrender your ഇങ്ങനെ life. പ്രാർത്ഥിച്ചാട്ടെ. Start praying in the കർത്താവേ, spirit. എന്നിലൂടെ, Oh Lord, through me. എന്നിലൂടെ, Through me. എന്നിലൂടെ, Through me. ഈ പട്ടണത്തിന്മേൽ, Oh, in ഈ the city. പട്ടണത്തിന്മേൽ, In the city. ഈ ദേശത്തിന്മേൽ, In this ഈ land. രാജ്യത്തിന്മേൽ, In this kingdom. ദൈവരാജ്യത്തെ Oh, kingdom God. അങ്ങ് Establish സ്ഥാപിക്കണമേ. it. Establish it, അങ്ങ് Lord. സ്ഥാപിക്കണമേ, Establish it, അങ്ങ് Lord. സ്ഥാപിക്കണമേ, Establish it, അങ്ങ് Lord. സ്ഥാപിക്കണമേ. Establish it, Lord.